നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളെ വടക്കൻ പാട്ടിലെ വീരനായകന്മാരുടെ കഥകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര പറഞ്ഞിട്ടും കഴിയുന്നില്ല കഥകൾ. എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഉദയനൻ എന്ന ആ പടക്കുറിപ്പിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളതിലുള്ള ഓരോരോ കഥകൾ ഇങ്ങനെ തേട്ടി വരിക. എങ്ങനെ ഞാൻ ഓരോ കഥയും ഞാൻ വിചാരിക്കും ഇപ്പം കുറേ പറയണേ ഞങ്ങൾ വിട്ടുകളയാന്ന്. പക്ഷേ എന്തിനാ വിട്ടുകളയുന്നത്? അദ്ദേഹത്തിൻ്റെ വീരകഥകൾ നമുക്ക് കേൾക്കണ്ടേ? നമുക്കതൊരു രസമല്ലേ? കുട്ടികൾക്ക് അത്ര അങ്ങോട്ട് ഇതായില്ലെങ്കിലും വലിയവരെങ്കിലും കേൾക്കും എന്നുള്ള ധാരണയോടെ ഞാൻ ഉദയനക്കുറിപ്പിൻ്റെ വീരകഥകളിലേക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയുന്നത് വളരെ രസകരമായൊരു കഥയാണ്. അഹങ്കാരമുള്ള സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉദയനക്കുറിപ്പിന് നല്ല വശമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ്. അന്ന് പേര് കേട്ട അഹങ്കാരിയായ, ധനാഢ്യയായ, അതേസമയം വളരെ സമ്പന്നയായ, അതേസമയം എന്തെന്നില്ലാത്ത സൗന്ദര്യം, അതീവ സൗന്ദര്യവതിയുമായ ഒരു സ്ത്രീയായിരുന്നു കൊടുമല കുങ്കിയമ്മ. കുഞ്ഞിക്കുങ്കി എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരെപ്പറ്റി പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ സ്ത്രീയെ ഈ ഉദയനനും തമ്മിലുണ്ടായിരുന്ന ഒരു വീഴ്ച, അവർ തമ്മിലുള്ള ഒരു അടുപ്പം, സൗഹൃദം, അതേപ്പറ്റിയാണ് പറയുന്നത്. അവരുടെ അഹങ്കാരം എങ്ങനെ ഉദയനൻ ശമിപ്പിച്ചു, അതാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പം അന്ന് കാലത്ത് കോട്ടയ്ക്കകം വാഴുന്നൊരു തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ്റെ കപ്പം കൊടുക്കേണ്ടതായ കീഴിലുള്ളൊരു രാജ്യമാണ് കൊടുമല. ഈ കൊടുമല കുങ്കിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആങ്ങളമാരായിട്ട് 6-7 പേരുണ്ട്. ഓരോ ആങ്ങളമാരെയും കുങ്കി ആര് പറഞ്ഞാലും കേൾക്കില്ല, അനുസരണ ഇല്ലാത്തുള്ള. അപ്പോൾ കൊടുമല കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു ആങ്ങള മാത്രമേ ഉള്ളൂ. കുങ്കിയുടെ ജ്യേഷ്ഠനായിട്ട്, മൂത്ത ജ്യേഷ്ഠൻ മാത്രമേ വീട്ടിലുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരോ ദിക്കിൽ കളരി പഠിപ്പിച്ചും യുദ്ധം നയിച്ചും കൃഷി ചെയ്തും കാട് കയറി മല കയറിയും ഒക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലത്താണ്. അപ്പോൾ കൊടുമല കോട്ടയ്ക്കകത്ത് തമ്പുരാൻ്റെ കീഴിലായിട്ടുള്ള ഏറിയ ഭാഗം ഭൂവിഭാഗങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കോട്ടയ്ക്കകം കുഞ്ഞിക്കണ്ണനാണ്. ഈ കുഞ്ഞിക്കണ്ണനും ഒരു പൊടിഗതിക്കാരിയൊക്കെ തന്നെയാണ്. കാരണം തമ്പുരാന് സമയത്തിന് ചുങ്കം കൊടുക്കുകയോ നികുതി കൊടുക്കുകയോ പാട്ടം അളന്ന് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ട് ഈ തമ്പുരാനാകെ ബുദ്ധിമുട്ടായി. ഇങ്ങനെ ഓരോരുത്തർ തന്നെ ധിക്കരിച്ചു പോയാൽ തൻ്റെ രാജ്യത്തിൻ്റെ രാജാവ് എന്നുള്ള നിലയ്ക്ക് തൻ്റെ വരുമാനം കുറയില്ലേ. ഉടനെ മാത്രമല്ല, ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കൃഷിയുടെ വരുമാനം രാജാവിന് കൊടുക്കില്ല എന്ന് മാത്രമല്ല, അവിടെ എള്ള് കൃഷി ചെയ്യുന്നുണ്ട്. ആ എള്ള് കൃഷി ചെയ്യുന്നിടത്ത് എള്ളിലെ പുല്ല് പറപ്പിക്കുക, കാര്യങ്ങൾ നോക്കുക, എല്ലാം ചെയ്യുന്നത് കുഞ്ഞിക്കണ്ണനായി. വാഴ വയ്ക്കുക, കൊല വെട്ടുക, നെൽകൃഷി ചെയ്യുക, നെല്ലളക്കുക, കന്നുകാലികളെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ മറ്റൊരു രാജ്യം പോലെ അവിടെ കോട്ടമല കുഞ്ഞിക്കണ്ണൻ, കൊടുമല കുഞ്ഞിക്കണ്ണൻ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. നികുതി കിട്ടാതായപ്പോൾ രാജാവ് എന്ത് ചെയ്തു? മറ്റുള്ളവരെ വിളിച്ചു. നമുക്ക് അവിടേക്ക് പലരെയും പറഞ്ഞയച്ചിട്ട് നികുതി കിട്ടുന്നില്ല, ഞാൻ എന്താ വഴി? അപ്പോൾ കാര്യകാരനായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു, പേര് കേട്ടൊരു പടക്കുറിപ്പുണ്ട്, തച്ചോളി മേപ്പയിൽ മാണിക്കത്ത് ഉദയനക്കുറിപ്പിന് ഒരു ഓല തരും. ആ നീട്ടൂരം കൊണ്ടുപോയിട്ട് ഞാനിപ്പോൾ അയാളെ വിളിപ്പിക്കാം. അപ്പോൾ ആളോട് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നികുതി പിരിച്ചുകൊണ്ട് വന്നേക്കും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവിടെ ചെന്ന് അവിടെ കടത്തനാട്ട് വൈഭവത്ത് കേളുള്ളൊൻ തച്ചോളി കുഞ്ഞോദേനൻ, അവിടെയൊക്കെ വളരെ പേരും പ്രശസ്തിയായിട്ടുള്ള ഒരാളാണ്. ഓനിന്നോരോലയച്ചോണ്ടല്ലേ, അവൻ കാര്യം വളരെ പേരും പ്രശസ്തിയുള്ള ഒരു ഓല ഇവിടുന്ന് രാജാവ് അയച്ച് അവൻ ഇവിടെ വരും. അപ്പോൾ നമുക്ക് കാര്യം പറയാം. അതേപോലെ തമ്പുരാൻ ഉടൻ തന്നെ ഗോപാലക്കണ്ണനെ വിളിച്ചു. ഗോപാലക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ രേഖയൊക്കെ ഉണ്ടാക്കുന്ന ആൾ. ഗോപാലക്കണ്ണൻ വന്നു, ഓല തയ്യാറാക്കി ഓലയും കൊണ്ട് പട്ടന്മാരെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പം തച്ചോളി നല്ലോമനെ ഇരുവരിലാത്തിരി പട്ടന്മാർ, അതായത് ഈ ഓലയൊക്കെ കൊണ്ട് സന്ദേശം കൊണ്ട് പോകാനുള്ളൊരു വിഭാഗമുണ്ട്. അവരെ പറയുന്നത് പട്ടന്മാരെന്നാണ്. പട്ടന്മാരെ ഓലയും കൊണ്ടൊക്കെ അവിടെ ചെന്നിട്ട്
അവിടെ ചെന്ന് മേപ്പയിൽ വീട് അന്വേഷിച്ച് പിടിച്ച് ഉദയനനെ കണ്ടെത്തി പിടിച്ച് ഈ ഓല കൊടുത്തപ്പോൾ ഈ ഉദയനൻ ചോദിച്ചു, ഇരുവരുലാത്തിരി പട്ടന്മാരേ, നിങ്ങളിത് ഇതും കൊണ്ട് വന്നവരാണ്, നിങ്ങളിതെവിടെ നിന്ന് പട്ടന്മാരെ, നിങ്ങൾ എവിടുന്നാണ് വരണവർ എന്ന് ചോദിച്ചു. അത് തന്നെ കേട്ടുള്ള പട്ടന്മാരെ എന്തു പറഞ്ഞു? വാക്കേതും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ വായ കൊണ്ടൊന്നും പറഞ്ഞില്ല, പകരം ഈ ഓലയും കൂടെ കൊടുത്തു. ഓല നിവർത്തി വായിച്ച് നോക്കിയപ്പോൾ ഉദയനന് കാര്യം മനസ്സിലായി. നികുതി പിരിക്കാൻ കൊടുമലയ്ക്ക് പോകണം, കുഞ്ഞിക്കണ്ണൻ നികുതി കൊടുത്തിട്ടില്ല എന്നതാണ് കാര്യം. പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, ആ വഴിയെ തന്നെ ഞാനും വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഉദയനൻ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും കോമപ്പക്കുറുപ്പിൻ്റെ അടുത്ത് ചെന്നു. അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കോമപ്പക്കുറുപ്പേ, എൻ്റെ ചേട്ടാ കോമപ്പക്കുറുപ്പേ, എനിക്ക് ഓല വിട്ടിരിക്കണേ, എനിക്ക് തര പോലെ അയച്ചിട്ടുണ്ട്. എനിക്കൊരു തര പോലെ അയച്ചേക്കണം, കോട്ടയ്ക്കകം വാഴും തമ്പുരാൻ. ഒന്ന് അവിടം വരെ ചെന്നും ഇങ്ങനെ കൊടുമല കുഞ്ഞിക്കണ്ണൻ്റെ നികുതി ഒന്നും കിട്ടിയിട്ടില്ല, അത് പിരിക്കാൻ പോകണം എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കണേന്ന് പറഞ്ഞു. കേട്ട വഴിക്ക് കോമപ്പക്കുറിപ്പ്, നീയൊട്ടും പോകണ്ട കുഞ്ഞനിയാ, എൻ്റെ അനിയാ കുഞ്ഞാതനാ, നീയൊട്ടും പോകണ്ട. എന്താ കാരണം? അതിനൊരു കാരണം പറയാനുള്ളത്, കൊടുമല കുഞ്ഞിക്കണ്ണനെ പറ്റി നീ ഒന്നും മയക്കണ്ട, അതിലെനിക്ക് പേടിയൊന്നുമില്ല. കൊടുമല വീട്ടിലെ കുഞ്ഞി, പക്ഷെ അവനൊരു പെങ്ങളുണ്ട്, കൊടുമല വീട്ടിലെ കുഞ്ഞി. ഏഴു മലയ്ക്കൊരു കുങ്കിയോള്. 7 മലകൾ ഉള്ള രാജ്യമാണ് ഈ കൊടുമല. ആ കൊടുമലയിലാണ് ഇവരുടെ കൊട്ടാരവും കാര്യങ്ങളൊക്കെ. 7 മലയ്ക്ക് ഒരാളാണ് ഒരു കുങ്കിയോള്. ഏട്ടന്മാരൊക്കെ ഓരോരുത്തരോ മലയിൽ താമസമുണ്ട്. അച്ഛനും കുങ്കിയടങ്ങിയിട്ടില്ല. അവളുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ പറയുന്നത് കേട്ട് അച്ഛനും കുങ്കിയടങ്ങിയിട്ടില്ല, അമ്മയ്ക്കും കുങ്കിയടങ്ങിയിട്ടില്ല. അച്ഛൻ പറഞ്ഞാലും അവൾ കേട്ടിട്ടില്ല, അമ്മ പറഞ്ഞാലും കേട്ടിട്ടില്ല. ആങ്ങള കണ്ണനും അടങ്ങിയിട്ടില്ല. അവളുടെ ആങ്ങളെയാണ് കുഞ്ഞിക്കണ്ണൻ. ആങ്ങള പറഞ്ഞാലും അവൾ കേട്ടിട്ടില്ല. പിന്നെ നീ പോയി കുങ്കീനെ അടക്കണ്ടല്ലോ. നീ പോയിട്ട് ഇനിയിപ്പോൾ അവളെ അടക്കൊന്നും വേണ്ട, അവൾ ആര് പറഞ്ഞാലും കേൾക്കാത്തല്ല, അവളെ നീ അടക്കാനൊന്നും പോകണ്ട. അങ്ങനെ വരുമ്പോൾ നീ എന്ത് ചെയ്യും? നീയോ കൊടുമല ചെന്നോണ്ടാല്, നീ എങ്ങാനും ആ വഴിക്ക് കൊടുമലയ്ക്ക് എങ്ങാനും ചെന്നിട്ട് ഇവളുടെ അടുത്തെങ്ങാനും ചെന്നെത്തിപ്പെട്ട് നീ പറയുന്നത് എങ്ങാനും അവൾ കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ കുങ്കിനെ കൊല്ലാതെ പോരില്ലല്ലോ. നിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ കുങ്കിയെ കൊല്ലാണ്ട് നീ കൊടുമല ഇറങ്ങില്ല ഉടനെ. അതുകൊണ്ടാണ് പറയണേ ഞാൻ, നീ പോവണ്ടെന്ന്. അപ്പം അത് കേട്ടപ്പോൾ കുഞ്ഞോദനെ ഒരു ചിരിയും വന്നു, ആകെ ഒരു ചിരി വന്നു. ചേട്ടാ, ഞാൻ കുങ്കിയെ കൊല്ലാൻ പോണതല്ലല്ലോ, ഞാനവിടെ ചുങ്കം പിരിക്കാൻ പോണതല്ലേ, പാട്ടം പിരിക്കാനല്ലേ ഞാൻ പോകണത്, ഞാൻ കുങ്കിയൊന്നും കൊല്ലണില്ല എന്നും പറഞ്ഞ് പുലിക്കുന്തം കണ്ടാച്ചേരി കുഞ്ഞിച്ചാപ്പനെയും കൂടെ വിളിച്ചിട്ട് 2 പേരും കൂടി കൊടുമലയ്ക്ക് പോകാനായിട്ട് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ രാജാവിനെ കാണാൻ തീരുമാനിച്ചു. രാജാവിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന വഴിക്ക് തിരുമേനി കോട്ടയ്ക്കകം വാഴുന്ന തമ്പുരാനെ കണ്ട വഴിക്ക് അടിക്കും മോടിക്കും തീരുമേനിക്കും കൈകൂട്ടി തൊഴുതങ്ങു നിന്നോദേനൻ. തമ്പുരാനെ കണ്ട വഴിക്ക് തമ്പുരാറ്റൻ്റെ അടിക്കും മുടിക്കും തിരുമേനിക്കും കൈകൂപ്പി തൊഴുത് താണു വണങ്ങി നിന്നു. തച്ചോളി നല്ലോമന കുഞ്ഞതേന, ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണു. ഇതാണ് കാര്യം. കൊടുമല കുഞ്ഞിക്കണ്ണൻ യാതൊരുവിധ പൈസയും തരുന്നില്ല, മടിശീല പെരുക്കുന്നില്ല. അതാണൊരു പ്രധാന കാരണം. പിന്നെയോ പട്ടിണി കിടത്തിയിട്ട് കൊല്ലാനുള്ള പരിപാടി അയാൾക്കെന്നാ തോന്നണേ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞത് ഉദയനനോട് പറഞ്ഞു. ഉദയനൻ
ഉദയനനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ നീ പോയി പാട്ടം പീരിച്ചോണ്ടാൽ, നീ അവിടെ ചെന്നിട്ട് കൊടുമല കുഞ്ഞിക്കണ്ണനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ പാട്ടം പിരിച്ചുകൊണ്ട് വരികയാണ്. പാട്ടം പിരിച്ചു നീ വന്നോണ്ടാൽ, ആ പാട്ടവും പിരിച്ചിട്ട് നീ വരികയാണെങ്കിൽ പാട്ടാലെ പാതിനേനക്കോദേന, അതാണ് അതിൻ്റെ പ്രതിഫലം. പാട്ടാല പാതിനേനക്കോദേന, ആ പാട്ടം കിട്ടണം, എൻ്റെ നേർപ്പകുതി നിനക്ക് തന്നേക്കാം, നീ കൊണ്ടൊക്കോ മേപ്പയിൽ മാണിക്കോട്ടേക്ക്. തച്ചുപുളി കുഞ്ഞതന്നെ അതാ നല്ല കാര്യമാണല്ലോ, തനിക്കിത് 10 രൂപ കിട്ടണ 10 പുത്തം കിട്ടണ കാര്യമല്ലേ, എന്താ കണ്ടാൽ ശരി നമുക്ക് പൊക്കൂടെ എന്ന് തമ്മി നോക്കി സമ്മതം ചോദിച്ച് രണ്ടുപേരും കൂടെ പോയി. അവിടെ ചെന്നു കൊടുമല ആണുള്ള കുങ്കിയമ്മയുടെ കോട്ടയ്ക്കകത്തേക്ക് ചെന്നു. അപ്പോൾ കുഞ്ഞിക്കണ്ണനെ പറ്റിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചാപ്പനെയും കുഞ്ഞോദനനെയും കൂടി കണ്ടപ്പോൾ കുങ്കിയമ്മ അവിടെ പടിക്ക തന്നെ ഇരുന്നിട്ട് അവിടെ പടിയുടെ കുങ്കിയമ്മയെ കാണാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും പോയി അവിടെ ചെന്നപ്പോൾ കൊടുമല കയറി ചെന്നപ്പോൾ കൊടുമല വീട്ടിലും ചെല്ലും നേരം, കൊടുമല വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കൊടുമല വാഴുന്ന കുഞ്ഞിക്കുങ്കി അവിടെ എന്താ ചെയ്യണേ, കാലും മടിപ്പുറം നീട്ടി വെച്ച്, കാല് മടിപ്പുറം നീട്ടി വെച്ച കാല് രണ്ടും അങ്ങോട്ട് നീട്ടി വെച്ചിട്ട് രാമായണം കഥ പാടുന്നല്ലോ, രാമായണം കഥ പാടുകയാണ്. സാധാരണയായിട്ട് രാമായണം കഥ പാടുകയാണെങ്കിൽ ഒന്നുകിൽ അവിടെ ചെല്ലുന്നവർ രാമായണത്തോടുള്ള ബഹുമാനം കൊണ്ടും വായിക്കുന്നവരുള്ള ബഹുമാനം കൊണ്ടും അവരവിടെ ഇരിക്കാം. അവരോട് ഇരിക്കാൻ വായിക്കുന്ന ആൾക്ക് കൈ കൊണ്ട് കാണിക്കാം, ഇരിക്കും. അത് കഴിഞ്ഞ് വായന നിർത്തിയിട്ട് സംസാരിക്കുക. ഇതങ്ങനെ ഒന്നും ഉണ്ടായില്ല. കുങ്കി ഇവരെയൊന്നും മൈൻഡ് ചെയ്തില്ല, അതും ഇതായില്ല. കുറച്ച് കഴിയുമ്പോൾ ഉദയനന് പോരെ ദേഷ്യം വരാൻ, തന്നെ മൈൻഡ് ചെയ്യാതെണ്ടിരിക്കുക. അതൊരു സ്ത്രീ ഉദയന് ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ ഉടൻ തന്നെ കാണ്ടാശ്ശേരി ചാപ്പൻ പറഞ്ഞു, എൻ്റെ കുറുപ്പൻ്റെ നായന്മാരെ, എൻ്റെ കുറുപ്പേ ഇങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ എന്ത് ചെയ്തു, ഈ കണ്ടാശ്ശേരി അങ്ങോട്ട് ഉദയനൻ കണ്ടാശ്ശേരിയോടായിട്ട് ചോദിച്ചു, കൊടുമല വാണുള്ള കുങ്കിയമ്മ, ഇപ്പം ഇവരാണല്ലോ ഈ കൊടുമല വാഴുന്ന കുങ്കിയമ്മ, ആണുങ്ങൾക്കാചാരം ഇല്ലേടേ, ഇവിടെ ആണുങ്ങളെ ബഹുമാനിക്കുന്ന ഒരു രീതിയൊന്നും ഇല്ലേ കുങ്കിയമ്മ എന്നങ്ങോട്ട് ചോദിച്ചു ഉദയനൻ. അപ്പോൾ ഉടനെ അവർ കൊടുത്ത മറുപടിയും തന്നോ, അതാണ് ഉദയനന് ദേഷ്യം വരുത്തി ഇത് ചൊടിപ്പിച്ചത്. കീഴേലരേനും പേലേനുമില്ല, കീഴേലരെന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് മത്സ്യം പിടിക്കുന്ന അരയന്മാരാരെങ്കിലും വന്നാൽ ഞങ്ങൾ ആചരിക്കാറൊന്നുമില്ല. പിന്നെ ജാതിയിൽ പെലയന്മാരായിട്ടുള്ളവരാരും വന്നാലും ആചരിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവരെ ആദരിക്കാതിരുന്നത് ഇവർ അരയനും പെലയനും ഒക്കെ ആണെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ കണ്ടാശ്ശേരിക്ക് ദേഷ്യം വന്നു. ഉദയനക്കുറുപ്പിൻ്റെ സ്വഭാവം അറിയാണ്ട് ഉദയനക്കുറുപ്പിനെ അങ്ങോട്ട് ഒറ്റക്കിരുത്തിയിട്ട് പറഞ്ഞു, കൊടുമല വാണുള്ള കുങ്കിയമ്മേ, കൊടുമല വാഴുന്ന കുങ്കിയമ്മ ഒരു കാര്യം കേട്ടുള്ളൂ, കീഴേലരേനും പേലേനുമല്ല. ഈ വന്നേക്കണത് ഞങ്ങൾ രണ്ടുപേരും കീഴേലരേനും അല്ല പെലേനും അല്ല, കീഴേ കേളിയുള്ള നായനാരേ, വളരെ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള പേരുള്ള നായനാരാണ്. എൻ്റെ കുറുപ്പൻ്റെ നായനാരേ, എൻ്റെ കുറുപ്പാണ്, എൻ്റെ നായനാരാണ്, എൻ്റെ യജമാനനാണ്.
ഉടൻ തന്നെ ഒന്നും കൂടി ചൊടിച്ചുകൊണ്ട് കുങ്കിയമ്മ ചോദിക്കുക, നിൻ്റെ കുറുപ്പ് എന്ത് കുറുപ്പാണേടാ, നിൻ്റെ കുറുപ്പാന്ന് പറയേണ്ടത് എന്തൊരു കുറുപ്പ്, പലതരത്തിലുള്ള കുറുപ്പന്മാരുണ്ടെന്ന്. അതായത് വേട്ടക്കുറുപ്പോ വരക്കുറുപ്പോ, ഈ കളമെഴുത്തും പാട്ടും വരയ്ക്കുന്ന ഒരു സമൂഹമുണ്ട് സമുദായത്തിലന്ന്, അവരെ വരക്കുറുപ്പ് എന്നാണ് പറയുക. പിന്നൊന്ന് വേട്ടക്കുറുപ്പോ, വേട്ടയ്ക്ക് പോകുന്ന വേട്ടക്കുറുപ്പോ, വേട്ടന്മാരായിട്ടുള്ളവർ. ഇതിലേത് കുറുപ്പെന്ന്? വേട്ടക്കുറുപ്പല്ല, വരക്കുറുപ്പല്ല. ഉടനെ സമാധാനം പറഞ്ഞു, വേട്ടക്കുറുപ്പുമല്ല വരക്കുറുപ്പുമല്ല, തച്ചോളിയോദേന കുറുപ്പാകുന്നു. ഇത് മേപ്പയിൽ മാണിക്കോത്ത് തറവാട്ടിലെ മേപ്പയിലെ തച്ചോളി വീട്ടിലെ ഉദയനക്കുറിപ്പാണ് എന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞ വഴിക്ക് അവർ എണീറ്റ് അകത്തേക്ക് ഒരൊറ്റ പോക്കാ പോയി. എന്ന് പറഞ്ഞാൽ കണ്ടാച്ചേരി ഉദയനനെ അവർ അപമാനിച്ചതിന് തുല്യമായില്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അത് കഴിഞ്ഞപ്പോൾ എന്നിട്ടോ കണ്ടാച്ചേരി ഓമന ചാപ്പൻ വേഗം അവിടെ നിന്ന് കിടക്കുന്ന ഒരു ഓല മെടഞ്ഞത് കിടക്കണതില്ല, ആ ഓലച്ചീന്ത് ഇട്ടിട്ട് ഇവർ രണ്ടുപേരും അവിടെ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ കുഞ്ഞിക്കണ്ണനില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിക്കണ്ണൻ വന്നു. കുഞ്ഞിക്കണ്ണൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഉദയനക്കുറുപ്പായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. അങ്ങനെ ഉദയനക്കുറുപ്പ് വന്ന് ഓലച്ചിന്തിട്ടിരിക്കുന്നു. ഒരാളില്ല അവിടെ പുൽപ്പായ കൊണ്ടുവന്ന് കൊടുക്കാൻ, പരിന്തമ്മയാണ് വേണ്ടത്. തച്ചോളിയോദേനായ എൻ്റെ പൊന്നങ്ങാതി. കുഞ്ഞിക്കണ്ണത് കണ്ട വഴിക്ക് ഓടി വന്നിട്ട് വേഗം വന്ന് എണീപ്പിച്ചു. തച്ചോളിയോദേനായ എൻ്റെ പൊന്നങ്ങാതി, എൻ്റെ പൊന്ന് ചങ്ങാതി, എൻ്റെ ഉത്തമ സുഹൃത്തെ, എൻ്റെ കൊടുമലയിൽ വന്നോണ്ടിട്ട്, എൻ്റെ കൊടുമലയിൽ വന്നിട്ട് കണ്ടാച്ചേരിയോ മാന കുഞ്ഞിച്ചാപ്പൻ, രണ്ടുപേരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഓലച്ചിന്തിട്ടോ ഇരുന്നതെന്ത്, ഓലച്ചിന്തിട്ടിട്ടിരിക്കുക, ഇതെന്താ ഇത് പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ കൊടുമല വാഴുന്ന കുഞ്ഞിക്കണ്ണ, ഉദയനക്കുറുപ്പ് പറഞ്ഞു, കൊടുമല വാഴുന്ന കുഞ്ഞിക്കണ്ണ, ഞാൻ നിൻ്റെ കൊടുമലയിൽ വന്നോണ്ടിട്ട്, ഞാൻ നിൻ്റെ കൊടുമലയിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കൊടുമല വാണുള്ള കുഞ്ഞിക്കുങ്കി, നിൻ്റെ പെങ്ങളുണ്ടല്ലോ, നേർപ്പെങ്ങൾ കുഞ്ഞിക്കുങ്കി, അവൾ എണീറ്റ് ആചാരം ചെയ്തില്ലല്ലോ, അവൾ എണീറ്റ് എനിക്ക് ആചാരം ചെയ്തില്ല. അപ്പോൾ ഉടൻ തന്നെ അപകടം മനസ്സിലായി. ഉടൻ തന്നെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, എൻ്റെ ചങ്ങാതി, എൻ്റെ പൊന്നങ്ങാതി ഉദയനക്കുറുപ്പേ, കുഞ്ഞിക്കുങ്കിയുടെ കാര്യം ഒന്നും പറയണ്ട, അവൾ ആരൊക്കെ അടങ്ങൂല. അച്ഛനവളടങ്ങിയിട്ടില്ല, അമ്മയ്ക്കവളങ്ങടങ്ങിയിട്ടില്ല, ആങ്ങളയായ എനിക്ക് ആങ്ങളമാരാർക്കും അവളടങ്ങിയിട്ടില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനൊരു സ്വഭാവമായി കുങ്കിയുടെ. ഇതിനിപ്പോൾ നമുക്ക് എന്താ വഴി ഇനി? അപ്പം അത് ശരി, അങ്ങനത്തെ സ്വഭാവം നിൻ്റെ പെങ്ങൾക്ക്. എന്നൊരു കാര്യം ചെയ്യുന്നുണ്ടോ? ഉദയനക്കുറുപ്പ് എന്തു പറഞ്ഞു? കളിയായിട്ടും കാര്യമായിട്ടും പറഞ്ഞു, കൊടുമല വാണുള്ള കുഞ്ഞിക്കണ്ണ, കൊടുമല വാഴുന്ന കുഞ്ഞിക്കണ്ണ, എൻ്റെ പിടിച്ചിങ്ങ് തന്നോണ്ടാൽ, അവളുടെ കൈ പിടിച്ച് എൻ്റെ കയ്യിലേക്ക് ഇങ്ങെടുത്താ, ഞാനൊരു കോലുണ്ടാക്കും കണ്ണ, ഞാനൊരു വടി അങ്ങോട്ട് എടുക്കും, ഒരു കോല്, ആ വടിയിൽ ഒതുങ്ങാനുള്ളതൊക്കെ ഉള്ളൂ നിൻ്റെ പെങ്ങൾ കുഞ്ഞിക്കുങ്കി എന്നും പറഞ്ഞു. അങ്ങനെ കളിയായിട്ട് അപ്പോൾ രണ്ടുപേരും അങ്ങനെ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേഗം കുഞ്ഞിക്കണ്ണൻ എന്ത് പറഞ്ഞു, ഊഴം പൊറുക്കാൻ കൂറിക്കുന്നല്ലോ, എന്നാൽ ശരി ഞാൻ അവളെ നിനക്ക് എന്നെ കല്യാണം കഴിച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളൊന്നും ആട്ടക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുങ്കിയോടൊന്നും അന്നത്തെ കാലത്ത് ആലോചിക്കലില്ല. ഉദയനക്കുറുപ്പ് ഊഴം പൊറുക്കാൻ വന്നേക്കാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പിറ്റേ ദിവസം ഊഴം പൊറുക്കാൻ വരികയാണ് ഉദയനക്കുറുപ്പെന്ന് പറഞ്ഞ് അന്ന് പഠിപ്പുരയെ താമസിച്ചു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ കൊടുമല വീട്ടിലെ കുഞ്ഞിക്കുങ്കി എന്ത് ചെയ്തു? രാവിലെ തന്നെ എണീറ്റിട്ട് ഇണയോടെ കുഞ്ഞാലപ്പട്ടയെടുത്ത്, അതായത് ഊഴം പൊറുക്കുന്നതിന് വിവാഹത്തിന് എപ്പോഴും പട്ട് വാങ്ങിച്ചു വെച്ചിരിക്കും. അത് ഇണയോടെ രണ്ടെണ്ണം ഒരുമിച്ച് ചേർത്ത് ആ ചേല ഉടുക്കുക. ആ ചേല നടുമുറ്റത്തട്ട അങ്ങോട്ട് ഇട്ട് തീ കത്തിച്ചാൽ കളഞ്ഞു. തൻ്റെ ഒരു ഊഴം പൊറുക്കൽ.
ഊഴം പൊറുക്കാൻ ചില ഞാൻ ദേ കത്തിച്ച് കളഞ്ഞു എന്ന് കാണിച്ചു. അപ്പോൾ കൊടുമല വീട്ടിൽ ഈ നടുമുറ്റത്ത് തന്നെ അത് കൊണ്ടുപോയി ഇട്ടിട്ട് നടുമുറ്റത്തിട്ടോള് പട്ട് ചുട്ടു. അത് കല്യാണപ്പട്ട് വീരാളിപ്പട്ട് ഉടുക്കാനുള്ള പട്ടം അങ്ങോട്ട് ചുട്ട് കളഞ്ഞു, തീ എത്തിച്ചു. ഇതൊക്കെ ഒതേനക്കുറിപ്പ് അവിടെ നോക്കി കാണുന്നുണ്ട്. തച്ചോളി ഈ കുങ്കിയെ പിടിക്കാനായിട്ട് പോയി. കുങ്കിയെ ഇവിടെ പിടിച്ചിട്ട് 2 കൊടുക്കണം അപ്പം തന്നെ എന്ന് കരുതിയിട്ട് കുങ്കിയുടെ അടുത്തേക്ക് പോയിപ്പിക്കുക. അവളെ ഓടി കരിമല ഓടി കയറിപ്പോയി. പിന്നാലെ ഇയാളും പോയി, ഒതേനക്കുറുപ്പും പോയി, കണ്ടാശ്ശേരിയും പോയി. അവിടെ ചെന്ന് കുങ്കിനെ പിടിക്കാനായി ചെല്ലണ സമയത്ത് കുങ്കി കിണറ്റിൽ അവിടെ കിണറ്റിൻകരയിൽ ചെന്ന് ഇങ്ങനെ എത്തി നോക്കി നിൽക്കുമായിരുന്നു. ഉടനെ തന്നെ എന്ത് ചെയ്തു, കണ്ടാശ്ശേരി ചാപ്പന ഒരു കാര്യം ചെയ്തു, ഒരു തള്ളാൻ കൊടുത്തു. ഇപ്പം കൊടുമല കുങ്കി ഇപ്പം എവിടെയായി? കിണറ്റിൽ വീണു. കിണറ്റിൽ വീണ് കഴിഞ്ഞിട്ട് കിണറ്റിൽ അവൾ വീണു. കണ്ടാശ്ശേരിയെ തട്ടിയിട്ടെന്നൊക്കെ ഓനേനം കണ്ടു. ഓനേനം ഉടനെ പറഞ്ഞു, കണ്ടാശ്ശേരി വേഗം പോയിട്ട് ആ കിണറ്റിൽ നിന്ന് നമുക്ക് അവളെ രക്ഷിക്കാണ്ട് പറ്റില്ല, നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന് കരുതി അവളെ രക്ഷിക്കാനുള്ള പുറപ്പാടായി. ഇന്ന് ഈ കഥ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. നാളെ 2ാം ഭാഗം പറയും. കിണറ്റിൽ വീണ കുങ്കിയമ്മയ്ക്ക് എന്ത് പറ്റിയെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അടുത്ത ദിവസം എങ്ങനെ രക്ഷിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.